ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പണിക്കർ. ഞാൻ പ്രജൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം. മുഖ്യമന്ത്രി തീരുമാനത്തിന് മുൻപായി MLA-മാരുമായി കൂടിക്കാഴ്ച നടത്താൻ AICC നിയോഗിച്ച നിരീക്ഷകർ തിരുവനന്തപുരത്തെത്തി. സംഘങ്ങളായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും നാളെ MLA-മാരുമായി ചർച്ച നടത്തും. ഒരാഴ്ചക്കകം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം. കേരളത്തിലെ കാര്യം ചർച്ച ചെയ്യാനല്ല താൻ ദില്ലിക്ക് പോയതെന്ന് മടങ്ങിയെത്തിയ രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. KPCC ആസ്ഥാനത്ത് നാളെ MLA-മാരുമായി നിരീക്ഷണ സംഘാംഗങ്ങൾ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ചർച്ചയിലെ അഭിപ്രായങ്ങൾ തേടും. ശേഷം ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ആരാഞ്ഞ AICC-ക്ക് റിപ്പോർട്ട് നൽകും. തുടർന്നായിരിക്കും മുഖ്യമന്ത്രി തീരുമാനം. ഇന്ന് വൈകുന്നേരത്തോടെ നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും തിരുവനന്തപുരത്തെത്തി. Kharge ji sent both of us here, and tomorrow is the CLP meeting. And we'll attend the CLP meeting. We are here to attend the CLP meeting. So nothing else, nothing more to say. Thank you. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങി 3 നേതാക്കൾക്കായും ചരടുവലികൾ ശക്തമായിരിക്കെ തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡിന് കഠിനമാണ്. ചർച്ചകൾ ചൂടേറുന്നതിനിടെ ഡൽഹിയിലെത്തി നേതാക്കളെ കണ്ട രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി. കേരളത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ ഒബ്സർവേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവരെ എല്ലാ MLA-മാരുമായിട്ടും നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് അവരുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൊടുക്കും. അതനുസരിച്ച് ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കും. അതാണ് കോൺഗ്രസിലെ രീതി. ആ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കും. 3 പേർക്കും പരസ്യ പിന്തുണയുമായി നേതാക്കൾ രംഗത്തെത്തി കഴിഞ്ഞു. വരും ദിവസങ്ങളിലെ തീരുമാനങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച നിർണായകമാണ്. 24 തിരുവനന്തപുരം. വൻ വിജയത്തിന് പിന്നാലെ UDF-ന്റെ ഘടകകക്ഷികളിലും മന്ത്രിമാർ ആരൊക്കെ എന്നതിൽ ചർച്ച സജീവമാണ്. മന്ത്രിമാരെ നിർണ്ണയിക്കുന്നതിൽ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചു. ഒന്നിൽ കൂടുതൽ മന്ത്രിമാർ വേണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം. 5 മന്ത്രിസ്ഥാനം നൽകുമെന്ന് മുസ്ലിം ലീഗിന് കോൺഗ്രസ് ഉറപ്പ് നൽകിയെന്നാണ് വിവരം. പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പിക്കാൻ മലപ്പുറത്തുനിന്ന് മന്ത്രിമാരുടെ എണ്ണം 2ആയി ചുരുക്കും. കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് ജില്ലകൾക്ക് പ്രാതിനിധ്യം നൽകും. പാലക്കാട് N ശംസുദ്ദീൻ, KM ഷാജിയെ മന്ത്രിയാക്കുന്നതിലൂടെ വയനാട് പ്രാതിനിധ്യം ഉറപ്പാക്കാനാകും. കോഴിക്കോടിന് പാറക്കൽ അബ്ദുള്ള, കാസർഗോഡിന് കലക്ടർ മാഹിനാജി അല്ലെങ്കിൽ AK അഷ്റഫ് എന്നിങ്ങനെയാകും പരിഗണന. പാർട്ടി നേതൃത്വം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയും ഉത്തരവാദിത്തപ്പെട്ട ബഹുമാന്യരായ നേതാക്കന്മാരും ഇരുന്ന് ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും മുന്നണിയുമായി സംസാരിക്കും. മുന്നണി നേതൃത്വമായി, കോൺഗ്രസിന്റെ നേതൃത്വമായി സംസാരിക്കും. അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. മന്ത്രിയാവുക എന്നൊക്കെ പറയുന്നത് ഏത് രാഷ്ട്രീയ പ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത്, പാണക്കാട് തങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത്, അത് തന്നെയാണ് പ്രധാനം. ഒന്നിൽ കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന അവകാശവാദവുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇന്ന് രംഗത്ത് വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ച ചെയ്ത ഏക പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി. 2 സീറ്റ് നമ്മൾ വിട്ടുകൊടുത്തു, 1 സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തു. വിട്ടുകൊടുത്ത 2 സീറ്റും എക്സ്ചേഞ്ച് ചെയ്ത തൃക്കരിപ്പൂരും 3 സീറ്റും ജയിച്ചു. അപ്പം തത്വത്തിൽ 10 സീറ്റ് ഉണ്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തീർച്ചയായിട്ടും ആ ഒരു പരിഗണന ഉണ്ടാവും എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രതീക്ഷ. RSP പാർലമെന്ററി പാർട്ടി നേതാവായി ഷിബു ബേബി ജോണിനെ തെരഞ്ഞെടുത്തു. അർഹമായ പരിഗണന ലഭിക്കുമെന്ന് ഷിബു ബേബി ജോൺ. നമ്മൾ പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. മറ്റേ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്ന അവകാശവാദങ്ങളൊന്നുമായി ഞങ്ങൾ പോകത്തില്ല. 102 MLA-മാർ ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളപ്പോൾ RSPക്ക് 4 MLA-മാരാണുള്ളത്. അന്നേരം അതിൻ്റെ പ്രായോഗിക തലത്തിൽ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്ന അവകാശവാദങ്ങൾ പാർട്ടി മുന്നോട്ട് വെക്കില്ല. അതേസമയം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിൽ RMPയിൽ ആലോചിച്ച തീരുമാനമെന്ന് KK രമ പ്രതികരിച്ചു. പാർട്ടി ഉചിതമായ സമയത്ത് തീരുമാനിക്കും. ഒഫീഷ്യലായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇതിനിടെ PV അൻവർ, പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ബേപ്പൂരിൽ മുസ്ലിം ലീഗ് കാലുവാരി എന്നത് വ്യാജ വാർത്തയെന്ന് PV അൻവർ പറഞ്ഞു. ഈ പറയുന്ന രാമനാട്ടുകരയിലും ഫറൂഖിലൊക്കെ വോട്ടിൽ വലിയ ഇടിച്ചിലുണ്ടായിട്ടുണ്ട്. അത് ലീഡർഷിപ്പ് പരിശോധിക്കുമല്ലോ, അതെങ്ങനെയാണ് പോയെന്നല്ലേ. അതിലൊക്കെ ഇപ്പോൾ ഒരിക്കലും അത് പറയാൻ പറ്റില്ല. ലീഗ് പ്രവർത്തകരാണ് അങ്ങേയറ്റം പോരാട്ടത്തിന് എൻ്റെ ഇടതും വലതും രാപ്പകലില്ല എന്നത്. ലീഗ് വോട്ട് മറിച്ചതെന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. 24 മലപ്പുറം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പരിശോധിച്ച് CPIM CPI നേതൃത്വം. പരാജയം അപ്രതീക്ഷിതമെന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. തോൽവിക്ക് കാരണം പിണറായി വിരുദ്ധ വികാരമെന്ന് CPI പറയുന്നു. ഇതിനിടെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിനെതിരെ ഒരു വിഭാഗം CPI നേതാക്കൾക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്തയും പുറത്തുവന്നു. കനത്ത തോൽവിക്ക് പിന്നാലെ ചേർന്ന CPM സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോഴും തുടരുകയാണ്. ഇടതുകോട്ടകളിൽ ഉൾപ്പെടെ നേരിട്ട വൻ തിരിച്ചടി ആത്മവിമർശനമായി എടുക്കുകയാണ് CPIM. ആത്മപരിശോധനയ്ക്ക് തയ്യാറാകും. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിളിച്ചു ചേർക്കുമെന്നും പാർട്ടി അംഗങ്ങൾക്ക് നിർഭയമായി അഭിപ്രായം പറയാമെന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടി സഖാക്കൾക്ക് നിർഭയമായും
സ്വതന്ത്രമായും അവരുടെ ഘടകങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാൻ അവസരമൊരുക്കണം എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ അഭിപ്രായം. തോൽവിക്ക് കാരണം സർക്കാർ വിരുദ്ധ വികാരമല്ല, എന്നാൽ പിണറായി വിരുദ്ധ വികാരമുണ്ടെന്ന വിലയിരുത്തലിലാണ് CPI. പാർട്ടിയിലെ എതിർശബ്ദങ്ങളെ അടിച്ചമർത്തിയത് തിരിച്ചടിക്ക് വഴിവെച്ചുവെന്നും വിമർശനമുണ്ട്. ജനങ്ങളുടെ യജമാനന്മാരായി പാർട്ടി നേതാക്കന്മാർ മാറിയാൽ അവർക്കത് പൊറുക്കാൻ കഴിയില്ല, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും. അതുകൊണ്ട് സീറ്റിന്റെ എണ്ണം പ്രശ്നമല്ല, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിനെതിരെ ഒരു വിഭാഗം CPI നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നു. And I think we need new faces to lead the movement. New faces in the opposition. Need a new opposition leader. Need a new opposition deputy leader. വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുന്ന മുഖ്യമന്ത്രിയുടെ സമീപനം ന്യൂനപക്ഷങ്ങളെ അകറ്റി. വീട്ടിൽ പോയി ചോദിക്കൂ, ഡാഷ്മോൻ ചെറ്റത്തരം പരാമർശങ്ങൾ തിരിച്ചടിയായെന്നും CPI യോഗത്തിൽ വിമർശനമുയർന്നു. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ കണ്ണൂർ CPIഎമ്മിൽ നേതൃമാറ്റത്തിനായി അണികളുടെ മുറവിളി കൂടുതൽ ശക്തമാവുകയാണ്. അഴീക്കോട് P ജയരാജനായി വീണ്ടും ഫ്ലക്സ് ബോർഡ് ഉയർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കൊപ്പം MV ഗോവിന്ദന്റെ വീഴ്ചകളും തോൽവിക്ക് കാരണമായി എന്ന വിമർശനമാണ് പാർട്ടിയിൽ ഉയരുന്നത്. അതിനിടെ തളിപ്പറമ്പിൽ CPIഎമ്മിന് കനത്ത തിരിച്ചടി നൽകിയ വിജയത്തിന് പിന്നാലെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി TK ഗോവിന്ദനും ഭാര്യ രമണിയും. സമൂഹമാധ്യമങ്ങളിലെ CPIഎം ഹാൻഡിലുകൾ തന്നെ നേതൃമാറ്റത്തിനായി ശബ്ദമുയർത്തിയതോടെ സമീപകാലത്തെ തിരഞ്ഞെടുപ്പ് തോൽവികളിൽ ഒന്നുമില്ലാത്ത പ്രതിസന്ധിയാണ് പാർട്ടി നേതൃത്വം നേരിടുന്നത്. MV ഗോവിന്ദനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനുമെതിരെ തളിപ്പറമ്പിൽ ഇന്നലെ പോസ്റ്ററുകൾ പതിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അഴീക്കോട് P ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടെ പുതിയ ഫ്ലക്സ് ഉയർന്നത്. CPIഎമ്മിൽ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന സംഘടനാ രീതി മറ്റൊന്നായിരിക്കെ അണികളിൽ നിന്നുയർന്ന നേതൃമാറ്റ ആവശ്യം പുകയുന്ന രോഷത്തിന്റെ സൂചനയാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും UDFിലേക്ക് ഒഴുകിയ CPIഎം വോട്ടുകൾ തിരിച്ചെത്തണമെങ്കിൽ തൊലിപ്പുറത്തെ ചികിത്സ മാത്രം മതിയാകില്ലെന്നാണ് അണികൾ പങ്കുവയ്ക്കുന്ന വികാരം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സാധാരണ പ്രവർത്തകർക്ക് അപ്രാപ്യമായി മാറിയതിനു പുറമെ സംഘടനാ രംഗത്ത് MV ഗോവിന്ദന്റെ അപക്വമായ ഇടപെടലുകളും തിരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം വിമർശിക്കപ്പെടുന്നുണ്ട്. തളിപ്പറമ്പിലെ വിജയത്തിന് പിന്നാലെ TK ഗോവിന്ദനും ഭാര്യ രമണിയും കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. ആരു വീട്ടിൽ വന്നാലും സ്വീകരിക്കുമെന്നും പാർട്ടി തള്ളിയോ എന്ന് നോക്കേണ്ട കാര്യമില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി പറഞ്ഞു. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും എന്നാൽ TK ഗോവിന്ദന്റെ നിലപാടിനോട് യോജിപ്പില്ലെന്നും ബിനീഷ് കോടിയേരി പറഞ്ഞു. എൻ്റെ വീട്ടിൽ വരുന്ന ആളെ സ്വീകരിക്കുന്നത് അത് എൻ്റെയും കുട്ടികളുടെ ഇഷ്ടമാണ്. ആരെൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കും. ഗോവിന്ദൻ മാഷ് എന്നെ എടുത്തു നടന്നിട്ടൊരു ആളല്ലേ. എത്രമാത്രം ഞങ്ങൾ ഫാമിലിയുമായിട്ട് ബന്ധമുള്ള ആളുകളാണ്, എത്രമാത്രം ഞങ്ങൾ ഒരുമിച്ച് പറയുന്ന കുടുംബങ്ങളായിട്ട് ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ ആ ബന്ധമുള്ള ആളുകൾ ഇത്തരത്തിലുള്ളൊരു നിലപാട് മാഷെടുത്തു. ഞങ്ങൾ ആ നിലപാടിൻ്റെ കൂടെ യോജിക്കുന്നില്ലല്ലോ. സാധാരണ പാർട്ടിക്കെതിരെ ഉയർന്ന വിമർശനക്കുറിപ്പുകളും പോസ്റ്ററുകളും തള്ളുന്ന CPIഎം ജില്ലാ നേതൃത്വം ഇതുവരെ ഒരു വിശദീകരണവും ഇറക്കിയിട്ടില്ല. ജില്ലയിലുണ്ടായ കനത്ത തോൽവിക്കും വോട്ട് ചോർച്ചയ്ക്കും പിന്നാലെയുണ്ടായ ആഭ്യന്തര കലഹം എങ്ങനെ നേരിടുമെന്ന ആലോചനയിലാണ് നേതൃത്വം. 24 കണ്ണൂർ. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഇടതുമുന്നണിയിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെടാൻ CPI തീരുമാനം. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഉപനേതാവും വേണമെന്നാവശ്യപ്പെടും. മുന്നണി നേതൃത്വം ഒരാളിലേക്ക് ചുരുങ്ങാതിരിക്കാനാണ് ആവശ്യം ഉന്നയിക്കുന്നത്. CPIയുടെ നിയമസഭാ കക്ഷി നേതാവായി K രാജനെ നിശ്ചയിച്ചു. P പ്രസാദിനെ നിയമസഭാ കക്ഷി ഉപനേതാവായും GR അനിലിനെ പാർട്ടി വിപ്പായും നിശ്ചയിച്ചു. KK വത്സരാജാണ് നിയമസഭാ കക്ഷി സെക്രട്ടറി. തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അനുമതി നൽകിയില്ല. വിജയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെന്നറിയിച്ചതായാണ് സൂചന. 107 MLAമാർ ഒപ്പമുള്ള വിജയ്ക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 11 പേരുടെ കൂടി പിന്തുണയാണ്. കേവല ഭൂരിപക്ഷം വേണമെന്ന് സുപ്രീം കോടതി വിധിയുണ്ടെന്ന് ഗവർണർ അറിയിച്ചു. TVKയ്ക്ക് ഉപാധികളോടെ പിന്തുണ പ്രഖ്യാപിച്ച് സഖ്യം വിട്ട കോൺഗ്രസിന് DMKയുടെ രൂക്ഷ വിമർശനം. TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് അണ്ണാ DMK അറിയിച്ചു. പ്രചരിച്ച വാർത്തകൾ ശരിയല്ല എന്ന് മുൻമന്ത്രി KP മുനിസ്വാമി പറഞ്ഞു. 47 നിയുക്ത MLAമാരും TVKയ്ക്ക് പുറത്തുനിന്ന് പിന്തുണ നൽകുമെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. അതാണ് മുനിസ്വാമി തള്ളിയത്. அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகம் தமிழக வெற்றி கழகத்திற்கு ஆதரவு தெரிவிப்பதை போன்ற செய்திகளும் பிரேக் நியூஸ்களும் வந்து கொண்டிருக்கிறது. அது முற்றிலும் தவறான ஒரு செய்தி. எந்த சூழ்நிலையிலும்
அனைத்து இந்திய அண்ணா திராவிட முன்னேற்றக் கழகம் தமிழக வெற்றிக் கழகத்திற்கு ஆதரவு தெரிவிக்கப்படவில்லை என்பதை எங்களுடைய கழகத்தினுடைய போற்றுதலுக்குரிய பொதுச் செயலாளர் எடப்பாடியாருடைய അനുമതിയുடன் தெரிவித்துக் கொள்கிறேன். തിരികെ സ്വാഗതം. വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കുളത്തൂരിൽ വാഹന അപകടം. മീൻ കയറ്റി വന്ന വാഹനം 3 കാറുകളിലും 2 ഇരുചക്ര വാഹനങ്ങളിലും ഇടിച്ചുകയറി. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ഓട്ടോ ഡ്രൈവറെയും വാഹനം ഇടിച്ചു. ഡ്രൈവറെ തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർ മദ്യലഹരിയിൽ അപകടമുണ്ടാക്കിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. റിനു, 5 വാഹനങ്ങളാണ് ഈ അപകടത്തിൽപ്പെട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി എന്ന രീതിയിൽ കേസെടുത്തിട്ടുണ്ടോ? അല്പസമയം മുമ്പാണ് പ്രജനി ഈ അപകടം ഉണ്ടായത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 5 വാഹനങ്ങളിലേക്ക് മീൻ ലോഡുമായി വന്ന വാഹനം ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. 3 കാറുകളിലും 2 ഇരുചക്ര വാഹനങ്ങളിലും ഇടിച്ച് അപകടമുണ്ടാക്കി. ഒപ്പം റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ഓട്ടോറിക്ഷയിലും ഇടിച്ചു. ആ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ബൈക്ക് യാത്രികൻ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെടുകയും ചെയ്തത്. എന്തായാലും ഡ്രൈവറെ തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആർദ്ര എന്ന ഒരു മീൻ കയറ്റി വന്ന ലോഡുമായി വന്നിട്ടുള്ള വാഹനമാണ് ഇടിച്ച് അപകടമുണ്ടാക്കിയത്. ഇയാൾ അമിത വേഗതയിലാണ് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നിലവിൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വാണിജ്യ സിലിണ്ടറുകൾക്ക് വർദ്ധിപ്പിച്ച തുക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹോട്ടൽ ഉടമകളുടെ വിവിധ സംഘടനകൾ നടത്തിയ പണിമുടക്ക് പൂർണ്ണം. പണിമുടക്കിൽ മൂന്നാറിലേക്ക് എത്തിയ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ വലഞ്ഞു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ പ്രതിഷേധവുമുണ്ടായി. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് 993 രൂപ. ഒരു സിലിണ്ടറിന്റെ വില 3000-ന് മുകളിൽ. കേരളത്തിലെ 40%-ലേറെ ഹോട്ടലുകൾക്ക് പൂട്ടിയിടേണ്ട അവസ്ഥ. വർദ്ധിപ്പിച്ച തുക കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് മുഴുവൻ ഹോട്ടലുകളും അടച്ചിട്ട് പണിമുടക്കിലേക്ക് കടന്നത്. എറണാകുളം നഗരത്തിൽ ഏകദേശം 2000 ചില്ലറ ഹോട്ടലുകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇത് എല്ലാവരെയും ബാധിക്കും. അതുപോലെ തന്നെ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. പണിമുടക്കറിയാതെ എത്തിയ കേരളത്തിന് പുറത്തുള്ളവർ വലഞ്ഞു. நாங்க சேலம்ல இருந்து வரோம். எங்க கிளைமேட் மூணாருக்கு வந்திருக்கோம். எங்க கிளைமேட் ரொம்ப நல்லா இருக்கு. ஆனா ஹோட்டல்ல சிலிண்டர்ல ஷார்ட்டேஜ்னால சில ஹோட்டல் எதுவும் இல்ல. அதனால நாங்க கொஞ்சம் சாப்பிடாம கொஞ்சம் அஃபெக்ட் ஆகுறோம். വിവിധ ജില്ലകളിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. ഗ്യാസ് കുറ്റിയിൽ എറിയത്ത് വെച്ച കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ മുൻപിലേക്കായിരുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ. കൊച്ചിയിൽ പനമ്പിള്ളി നഗർ IOCക്ക് മുൻപിലായിരുന്നു പ്രതിഷേധം. പാലക്കാട് നടന്ന KHRA പ്രകടനം VK ശ്രീകണ്ഠൻ MPയും കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ആലപ്പുഴയിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. 24 കൊച്ചി. ദേശീയതലത്തിൽ 1ാം റാങ്കിന്റെ നേട്ടവുമായി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ. ഇന്ത്യയിലെ പ്രമുഖ IITകൾ, NITകൾ, സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ എന്നിവയിലേക്കുള്ള പ്രവേശന പരീക്ഷയായ JEE മെയിൻ, BArch, B പ്ലാനിംഗ് എന്നിവയിലാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ ചരിത്ര വിജയം നേടിയത്. 2026 JEE മെയിൻ, BArch, B പ്ലാനിംഗ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച വിജയം നേടി പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. ബി പ്ലാനിംഗ് വിഭാഗത്തിൽ ഗൗരീശങ്കർ V 100% സ്കോർ നേടി അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി. BArchലും B പ്ലാനിംഗിലും മീരാകൃഷ്ണ 100% സ്കോറോടെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇന്ത്യയിൽ 1ാമതായി. BArch കാറ്റഗറി വിഭാഗത്തിൽ ആദില CN അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി. BArch, B പ്ലാനിംഗ് വിഭാഗത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ആദ്യ 10 റാങ്കിനുള്ളിൽ 5 പേരും ആദ്യ 100 റാങ്കിനുള്ളിൽ 27 പേരും ബ്രില്യന്റിൽ പരിശീലനം നേടിയവരാണ്. ബി പ്ലാനിംഗ് വിഭാഗത്തിൽ 100% സ്കോറോടെ ഓൾ ഇന്ത്യാ തലത്തിൽ 1ാം റാങ്ക് നേടിയ ഗൗരീശങ്കർ മാന്നാനം KE സ്കൂളിലെ +2 പഠനത്തോടൊപ്പം പാലാ ബ്രില്യന്റിന്റെ എൻട്രൻസ് പരിശീലനം നേടി വരികയായിരുന്നു. 2026 JEE മെയിൻ പേപ്പർ 1 പരീക്ഷയിൽ 99.8760725% സ്കോറോടെ മികച്ച വിജയം കരസ്ഥമാക്കിയിരുന്നു. BArch പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 100% സ്കോറോടെ ഇന്ത്യയിൽ 1ാമതെത്തിയ മീരാകൃഷ്ണ ബി പ്ലാനിംഗ് വിഭാഗത്തിൽ അഖിലേന്ത്യാ തലത്തിൽ 9ാം റാങ്കോടെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. +2 പഠനത്തിന് ശേഷം ബ്രില്യന്റിൽ BArch, B പ്ലാനിംഗ് സ്പെഷ്യൽ റിപ്പീറ്റർ ബാച്ചിൽ എൻട്രൻസ് പരിശീലനം നേടി വരികയാണ്. ആർക്കിടെക്ചറിലും പ്ലാനിംഗിലും അഭിരുചിയുള്ള വിദ്യാർത്ഥികൾ സ്വപ്നം കാണുന്ന ദേശീയ സ്ഥാപനങ്ങളായ NIT, സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറുകളിലും അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള പ്രവേശന പരീക്ഷയാണിത്.
ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ബ്രില്യന്റിലെ ഡയറക്ടർമാരും അധ്യാപകരും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക് 24. പത്തനംതിട്ട റാന്നി കിക്കുഴൂരിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിക്ക് 25 വർഷം കഠിന തടവും 3.5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 27 വയസ്സുകാരി രഞ്ജിതയെ കൊലപ്പെടുത്തിയ അതുൽ സത്യനെയാണ് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2023 ജൂൺ 24-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. നിരവധി കേസുകളിൽ പ്രതിയായ അതുൽ സത്യന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ കൂടെ ജീവിച്ചിരുന്ന രഞ്ജിതയും മക്കളും സ്വന്തം വീട്ടിലേക്ക് പോയി. അതുലിനെതിരെ രഞ്ജിതയും മാതാപിതാക്കളും റാന്നി പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ കീക്കൊഴൂരിലെ വീട്ടിൽ അതിക്രമിച്ചു കയറി വടിവാളുകൊണ്ട് രഞ്ജിതയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു പ്രതി. തടയാനെത്തിയ രഞ്ജിതയെയും അച്ഛനെയും അമ്മയെയും അനുജത്തിയെയും പ്രതി മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൊലപാതകത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അതിവേഗം പിടികൂടി. 2 വർഷങ്ങൾക്കിപ്പുറം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പ്രതിക്ക് 25 വർഷം കഠിന തടവും 3.55 ലക്ഷം രൂപ പിഴയും പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു. ബഹുമാനപ്പെട്ട കോടതി 304 IPC പ്രകാരവും 307 പ്രകാരവും ആംസ് ആക്ട് പ്രകാരവും 449 ട്രസ്പാസും പ്രതി ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആംസ് ആക്ട് പ്രകാരം 2 വർഷം കഠിന തടവിനും വധഭീഷണി മുഴക്കിയതിന് 1 വർഷം കഠിന തടവിനും 324 IPC പ്രകാരം 1 വർഷം കഠിന തടവിനും ബഹുമാനപ്പെട്ട കോടതി പ്രതിയെ ശിക്ഷിച്ചിട്ടുണ്ട്. പിഴത്തുക കൊല്ലപ്പെട്ട രഞ്ജിതയുടെ മക്കൾക്കു നൽകണമെന്ന് കോടതി വിധിച്ചു. 24 പത്തനംതിട്ട. കണ്ണൂർ പട്ടുവത്ത് പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. വയനാട്ടിൽ പാമ്പ് കടിയേറ്റ് യുവാവിന് ദാരുണാന്ത്യമുണ്ടായി. മരിച്ചത് പുതുശ്ശേരി സ്വദേശി സുനിൽ. തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് അണലിയെയും തൃശൂർ മതിലകത്ത് വീടിന്റെ അടുക്കളയിൽ നിന്ന് മൂർഖനെയും കണ്ടെത്തി. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ അനൂഷ് തിരികെ വീട്ടിലെത്തി. കഴിഞ്ഞ മാസം 26-നാണ് നാരായണിക്ക് വീടിന്റെ പിൻഭാഗത്തെ വിറകുപുരയിൽ നിന്ന് പാമ്പിന്റെ കടിയേറ്റത്. ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല. വയനാട്ടിൽ പാമ്പ് കടിയേറ്റ് യുവാവ് മരിച്ചു. മാനന്തവാടി പുതുശ്ശേരി സ്വദേശി സുനിലാണ് മരിച്ചത്. ഇന്നലെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മരണകാരണം പാമ്പ് കടിയേറ്റുള്ളതാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ യുവതിക്ക് പാമ്പ് കടിയേറ്റു. സ്കൂട്ടറിൽ കയറിയ പാമ്പാണ് യുവതിയെ കടിച്ചത്. തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് രാവിലെയാണ് അണലിയെ കണ്ടെത്തിയത്. ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലെ പടിക്കെട്ടിനടിയിലെ സുഷിരത്തിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ജീവനക്കാർ RRT സംഘത്തെ അറിയിക്കുകയായിരുന്നു. RRT സംഘം പാമ്പിനെ പിടികൂടി. കൊല്ലം ക്ലാപ്പനയിൽ വീടിനുള്ളിൽ നിന്ന് 10 അണലികളെ പിടികൂടി. വീടിനോട് ചേർന്നുള്ള ഓടയിൽ നിന്നുൾപ്പെടെ പാമ്പുകളെ കണ്ടെത്തി. തൃശൂർ മതിലകത്ത് സിദ്ദീഖിന്റെ വീട്ടിനകത്ത് നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. ഇന്നലെ രാത്രിയാണ് പാമ്പ് വീടിനുള്ളിൽ കയറിക്കൂടിയത്. തൃശൂരിലെ കോടാലിയിൽ പാമ്പുകടിയേറ്റ അനൂഷ് തിരികെ വീട്ടിലെത്തി. വീട്ടിലെ സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കുട്ടിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. തിരികെ വാർത്തകളിലേക്ക്. PC ജോർജിനെ തള്ളി BJP ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. ക്രൈസ്തവ സഭകൾക്കെതിരെ PC ജോർജ് നടത്തുന്ന അധിക്ഷേപ പരാമർശങ്ങളിലാണ് അനൂപ് ആന്റണി നിലപാട് വ്യക്തമാക്കിയത്. വോട്ട് ചെയ്യുന്നവരെ മാത്രമേ ചേർത്ത് പിടിക്കൂ എന്ന സമീപനം BJPക്ക് ഇല്ലെന്ന് അനൂപ് ആന്റണി 24നോട് പറഞ്ഞു. FCRA ഭേദഗതി ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയ ആശയക്കുഴപ്പം പരാജയത്തിന് കാരണമായെന്ന വിലയിരുത്തലിലാണ് 2020. തിരഞ്ഞെടുപ്പിന് ശേഷം ക്രൈസ്തവ സഭകൾക്കെതിരെ PC ജോർജ് നടത്തുന്ന പരാമർശങ്ങളെ തള്ളിക്കൊണ്ടാണ് BJP ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി രംഗത്തു വന്നത്. BJP ആരെയും വെല്ലുവിളിക്കുന്ന പ്രസ്ഥാനമല്ല, ആരുമായും മൽപ്പിടുത്തത്തിന് പോകണമെന്ന കാഴ്ചപ്പാടുമില്ലെന്നും അനൂപ് ആന്റണി വ്യക്തമാക്കി. BJP എന്ന് പറയുന്നൊരു പ്രസ്ഥാനം അങ്ങനെ വെല്ലുവിളിക്കുന്ന പ്രസ്ഥാനമല്ല. ആരെയും അങ്ങനെ വെല്ലുവിളിക്കാനൊന്നും BJP ശ്രമിക്കാറില്ല. എല്ലാവരെയും ചേർത്ത് നിർത്താനും കൂടെ പിടിക്കാനും ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതും പ്രത്യേകിച്ച് കേരളത്തിൽ ക്രൈസ്തവർന്ന് മാത്രമല്ല എല്ലാ വിഭാഗങ്ങൾ ആളുകളെയും ചേർത്ത് പിടിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരാഗ്രഹം. അതിനുള്ള ശ്രമങ്ങളാണ് ഇത്രയും വർഷം നടന്നത്. ആ ശ്രമങ്ങൾ തന്നെ മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ FCRA ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്ന് വിലയിരുത്തുകയാണ് 2020. പരാജയത്തിന് FCRA കാരണമായോ എന്ന് പരിശോധിക്കുമെന്ന് 2020 സംസ്ഥാന പ്രസിഡന്റ് സാബു M. ജേക്കബ്. ആ അവസരത്തിൽ FCRA വരികയും അതിനെപ്പറ്റി കോൺഗ്രസ്സുകാർ അത് വ്യാപകമായിട്ട് ഒരു ജനങ്ങളിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മുഴുവനായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ എന്നുള്ള ഒരു ശതമാനം വോട്ടുകൾ
അതുകൊണ്ട് മാറിപ്പോയതുണ്ടാവാം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി 3 സീറ്റുകൾ ലഭിച്ചെങ്കിലും NDA പല മണ്ഡലങ്ങളിലും പ്രതീക്ഷിച്ച വോട്ടുകൾ നേടാത്തത് പാർട്ടിക്കുള്ളിൽ സജീവ ചർച്ചയാണ്. 24 കൊച്ചി. കൊല്ലം പുനലൂരിൽ 15 വയസ്സുകാരന് രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനം. ചികിത്സയിൽ കഴിയുന്ന അമ്മയ്ക്കൊപ്പം പുനലൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്ന കുട്ടിക്കാണ് മർദ്ദനമേറ്റത്. സ്റ്റീൽ പാത്രം ഉപയോഗിച്ചായിരുന്നു മർദ്ദിച്ചത്. ഇയാളെ ആശുപത്രി അധികൃതർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. നിരന്തരം കുട്ടിയെ ഇയാൾ മർദ്ദിക്കാറുണ്ടെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. പരിക്കേറ്റ കുട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആശുപത്രിയിൽ നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈനും കേസെടുത്തേക്കും. രാവിലെ തൊട്ടേ കൊച്ചിന്റെ തുണിയെല്ലാം വാരിക്കെട്ടി ഇയാൾ പോവാനായിട്ട് നിന്നിട്ട് അങ്ങനെ പോയില്ല. ഇവനെ അടിക്കുമെന്നും പറഞ്ഞ് കാത്തിരുന്നതാണ്. ഇതിനു മുമ്പ് വീട്ടിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട്. അവനെ കത്തിയെടുത്ത് കൊലവിടെ കുത്താൻ വെച്ച് അന്ന് ഞങ്ങൾ കേസ് കൊടുത്ത്, ഏരൂർ കൊണ്ട് കേസ് കൊടുത്ത്, ഇവിടെ കൊണ്ട് കേസ് കൊടുത്ത്, അന്നും പിടിച്ചോണ്ട് പോയി. ഇയാൾ ഈ സാറ് തന്നെ അന്ന് വന്നത് വീട്ടിൽ. ഇയാളെ ഞാൻ രണ്ടാമത് ഇതോടെ ലൈറ്റ് എഡിഷൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.